ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായി കേട്ടു തുടങ്ങുന്ന ഒരു പദം ആണ് ഡ്രീം സ്റ്റേറ്റ്. എന്താണ് ഡ്രീം സ്റ്റേറ്റ്? ഇത് അമേരിക്കൻ പ്രസിഡന്റാണ് ഈ പദം പരിചയപ്പെടുത്തിയത്. പദം അതിനു മുന്നേ ഉള്ളതാണെങ്കിലും ഡ്രീം സ്റ്റേറ്റ് എന്ന പദം ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഇപ്പോഴത്തെ US പ്രസിഡന്റാണ്. ഇത് പദം ആദ്യം മുതലേ ഉള്ളതാണ് എങ്കിലും അത് ലോകത്തിന്റെ ശ്രദ്ധയിൽ അത് ചർച്ചയായത് അതേക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഡ്രീം സ്റ്റേറ്റ് എന്ന് ചർച്ച തുടങ്ങിയിട്ട് അധികം ദിവസമായില്ല. അമേരിക്കൻ പ്രസിഡന്റാണ് ഈ പുതിയ പ്രയോഗം ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും ചർച്ച തുടങ്ങിയതും പദമൊക്കെ അതിന് മുൻപ് ആണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഈ വിഷയത്തെ കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തോടെയാണ് ഈ പദം ഇത്ര ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങിയത്. പല രാജ്യങ്ങളിലും ഭരണം നിയന്ത്രിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമല്ല, മറിച്ചൊരു മൂന്നാം ശക്തിയുണ്ട്. പരസ്യമായ രഹസ്യമാണ്. അതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഒറ്റയടിക്ക് ഒരു മാറ്റം സാധ്യമല്ല, ഇതിൻ്റെ പിന്നിൽ പലരും ഉണ്ട് എന്നൊക്കെ. ഇപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കാര്യം സർക്കാരിൻ്റെ നയമല്ല, അത് ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കിയതാണ്, ഇതൊക്കെ പറയാറുണ്ടല്ലോ. അതാണ് ചുരുക്കം പറഞ്ഞാൽ ഈ ഡ്രീം സ്റ്റേറ്റ്. ഇതിനെ സ്ഥിതി അത് തന്നെയാണ്. പിന്നെ സമ്പന്ന രാജ്യങ്ങളിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് വ്യാവസായിക കയറ്റുമതി, ഇറക്കുമതി തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റുന്നവർ ആ രാജ്യത്തെ ഭരണകൂടത്തെ തന്നെ മറികടന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനവുമാണ് ഡ്രീം സ്റ്റേറ്റ് എന്ന ഭരണഘടനാതീത ഭരണകൂടം നിലവിലുണ്ട് എന്നത് ഒരു പൊതുവെ യാഥാർത്ഥ്യവുമാണ്. എന്നാൽ ഇത് മിക്ക രാജ്യങ്ങളും സമ്മതിക്കാറില്ല. ഒരു രാജ്യവും ഇത് സമ്മതിച്ചു തരുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഞങ്ങളാണ് വലുത്, ഞങ്ങളാണ് സർക്കാർ, ഞങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നൊക്കെയാണ് എല്ലാവരും പറയാറുള്ളത്. എന്നാൽ ഡ്രീം സ്റ്റേറ്റ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് താനും. പഴയ രാജഭരണകാലം മുതൽ ഡ്രീം സ്റ്റേറ്റ് ഉണ്ട്. രാജാവ് ഒരു റബ്ബർ സ്റ്റാമ്പായി അവിടെ ഉണ്ടാവും. എന്നാൽ ഭരണം നടത്തുന്നത് ഒരു സ്ഥിര ലോബിയായിരിക്കും. അന്ന് പിന്നെ ഒരു സ്ഥിരം ലോബിയായിരുന്നു. കാരണം രാജാവ് മാറുന്നില്ലല്ലോ. രാജാവ് മാറിയാൽ രാജാവിൻ്റെ പാരമ്പര്യമാണല്ലോ തുടരുക. അപ്പോൾ അന്നൊരു സ്ഥിരം ലോബിയായിരുന്നു ഡ്രീം സ്റ്റേറ്റ് ആയി നിലനിന്നിരുന്നത്. ഇന്ന് അതല്ല. ഇന്ന് ബിസിനസ്സുകാരും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ്, മിലിറ്ററി സ്റ്റാഫ്, മിലിറ്ററിയുടെ ഉന്നത ഇത് ഒരു രാജ്യത്തെ കാര്യമല്ല പറയുന്നത്, മൊത്തത്തിലുള്ള കാര്യമാണ്. മൊത്തത്തിൽ ആ രാജ്യത്തെ മിലിറ്ററിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ, ഇങ്ങനെയൊക്കെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ്, പ്രസിഡന്റ്, പ്രധാനമന്ത്രി, അതാണ് രാജ്യത്ത് അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോബിയാണ് ഈ ഡ്രീം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത്തരം ആൾക്കാരെയാണ് ഇതിനെ ഒരു നിഴൽ സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മലയാളത്തിൽ വിശേഷിപ്പിക്കുമ്പോൾ നിഴൽ സർക്കാർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇത്തരം ലോബിയെയാണ് നിഴൽ ഭരണകൂടം എന്നും നമ്മുടെ മലയാളത്തിൽ പറയുന്നത്. ഇതിനെയാണ് നിഴൽ സർക്കാർ എന്നൊക്കെ പറയാറുള്ളത്. ലോകത്ത് തന്നെ പല രാജ്യങ്ങളിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഡ്രീം സ്റ്റേറ്റ് നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനം അറിയേണ്ട കാര്യങ്ങളിൽ ഭരണകൂടങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അതിനപ്പുറം ഭരണകർത്താക്കൾ അറിയേണ്ടതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അത് ഡ്രീം സ്റ്റേറ്റിന്റെ സ്വാധീനം വിപുലീകരിക്കുന്നതിന്റെ തെളിവാണ്. ഇതാണ് ഡ്രീം സ്റ്റേറ്റ്. ചുരുക്കം പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിനെ അതിന്റെ പിന്നിൽ എന്നും ഒരു ലോബി പ്രവർത്തിക്കുന്നു. ഇതാണ് ഡ്രീം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ, അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പെടുന്ന ആൾക്കാർ, പിന്നെ അവിടുത്തെ ബിസിനസ്സുകാര്, ഇവരൊക്കെ കൂടി ഒരു ലോബി. ആ ലോബിയാണ് ആ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നത്. ഇതാണ് നിഴൽ സർക്കാർ. ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിന്റെ ചുരുക്കം. ഡ്രീം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിഴൽ സർക്കാരാണ് ചുരുക്കം പറഞ്ഞാൽ. അപ്പോൾ സർക്കാർ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടെങ്കിലും അവിടുത്തെ ഭരണത്തിൽ ആ നിഴൽ സർക്കാർ എന്നും അവിടെ ഉണ്ടാവും. ഏത് പാർട്ടി വന്നാലും ഏത് പാർട്ടി പോയാലും ആ നിഴൽ സർക്കാർ എന്നും അവിടെ
നിലനിൽക്കുകയും അവർ തന്നെയാണ് ഭരണത്തെയും എക്സിക്യൂട്ടീവിനെയും ഒക്കെ നിയന്ത്രിക്കുന്നത്, അവർ തന്നെയാണ് കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നൊക്കെയാണ് ഇതിന്റെ രത്നച്ചുരുക്കം. ഇത് എല്ലാ രാജ്യത്തും ഉണ്ട് എന്ന് നമുക്കങ്ങോട്ട് തർക്കിച്ച് പറയാൻ സാധിക്കില്ല എങ്കിലും ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാം ഇതിന്റെ പിന്നിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ബിസിനസ്സുകാരും ഉയർന്ന ഉദ്യോഗസ്ഥരും. ഇത് ഇതൊരു ലോബി രൂപീകരിക്കപ്പെടുന്ന ലോബിയല്ല. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇതൊരു രൂപീകരിക്കപ്പെടുന്ന ലോബിയല്ല, ഇത് രൂപം കൊള്ളുന്ന ലോബിയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. ഒരേ കാലത്ത് അതിന്റെ ഓരോ ബിസിനസ്സുകാരും ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും ഇതിൽ മെമ്പർമാരായിരിക്കും. ഇത് ഒരു ലോബി ആരും രൂപീകരിക്കുന്നതല്ല, പക്ഷേ ഇതൊരു ഓട്ടോമാറ്റിക്കായിട്ടൊരു രൂപം കൊള്ളുന്ന ഒരു ലോബിയാണ്. അതാണ് ഡിപ് സർക്കാർ എന്ന് പറയുന്നത്, ഡിപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ആരും നിയന്ത്രിക്കുന്നില്ല, എങ്കിലും ഇതിനൊരു നിയന്ത്രണമുണ്ട്. എന്നാൽ എല്ലാവരും ഇതിൽ അംഗമാണ്, എന്നാൽ ഇതാരും തിരഞ്ഞെടുക്കപ്പെടുന്നതല്ല. ഇതാണ് ഇതിന്റെ രത്നച്ചുരുക്കം. അപ്പോൾ ഇത് എല്ലാ രാജ്യത്തും ഉണ്ട് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. അതാണ് US പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഞങ്ങളുടെ ഡിംപ് സ്റ്റേറ്റിന് അതിന് പങ്കില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ ചുരുക്കം. ഇതെല്ലാം അതാണ്. അത് ഒരു ഭരണാധികാരി അങ്ങനെ പറയാറില്ല. അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു, അപ്പോഴാണ് അത് ചർച്ചയായത്, അപ്പോഴാണ് നമ്മളും അത് ചർച്ച ചെയ്തത്. അതാണ് ഈ ഡിംപ് സ്റ്റേറ്റിന്റെ രത്നച്ചുരുക്കം. അപ്പോൾ ഇത് എല്ലാ രാജ്യത്തും ഉണ്ട്, എല്ലാ ഭരണ രംഗങ്ങളിലും ഈ ഇത്തരം ഒരു സംവിധാനം ഇതൊരു രൂപീകൃതമായ സംവിധാനമല്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കൽ ഒരു സംവിധാനമാണിത്. ഇത് നിലവിൽ എല്ലാ രാജ്യത്തും ഉണ്ട്. ഇതാണ് നിഴൽ സർക്കാർ എന്ന് പറയുന്നത്. ഏതായാലും ഈ വിഷയം സജീവ ചർച്ചയായതുകൊണ്ട് നമ്മളും അതേക്കുറിച്ച് ഒന്ന് വിശദമായി നോക്കിയെന്ന് മാത്രം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം.